ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ലാസ്റ്റ് ഞാനിട്ട വീഡിയോയിൽ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗണ്ട് കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ആ സൗണ്ടൊന്ന് ക്ലിയറായിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഇന്നിപ്പം രാത്രിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഓക്കെ, നമുക്ക് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പുതിയ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പറഞ്ഞ് പറ്റിക്കാതിരിക്കുക, ആരോടും ഇങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പറ്റിക്കും. അങ്ങനെ ചെയ്യുന്നില്ല, ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ആരെയും പറഞ്ഞ് പറ്റിക്കാതിരിക്കുക, എനിക്കത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇന്ന് ഞാനൊരു മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതുണ്ടാക്കുന്ന രീതി ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. എത്ര വേഗത്തിൽ തന്നെ അതുണ്ടാക്കാൻ പറ്റും എന്നുവെച്ചാൽ ഒരുപാട് സമയം എടുക്കത്തുമില്ല. ഇപ്പോൾ ഹോസ്റ്റലൈസായിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കാണെങ്കിലും അവിടെ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇച്ചിരി ലെങ്ത്തായിപ്പോയി, ക്ഷമിക്കണം. നെക്സ്റ്റ് ഞാൻ ഇത്രയും കാര്യം പറയാനുള്ളതുകൊണ്ടാണ് അത്രയും ലെങ്ത്തായി പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെസിപ്പി എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇനി ഇങ്ങനെ ഈ മക്കറോണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല സ്വാദാണ്. ഇപ്പോൾ ബട്ടർ ഇട്ട് ഉരുക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ടർ ഈ ചൂടുള്ള മക്കറോണിയിൽ ഇട്ടിട്ട് നമുക്ക് ചീസ് ഇങ്ങനെ ഇട്ടിട്ട് അത് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള മക്രോണി ഇട്ട് കുറച്ച് ഉപ്പ് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുക, തമ്മിലൊട്ടാതിരിക്കാനാണ്. അതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച അത് ഊറ്റിയെടുക്കണം കേട്ടോ. അത് ഊറ്റി എടുത്ത മക്രോണി ഈ ബട്ടറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ശേഷം നമ്മൾ ഇനിയിപ്പോൾ എന്തുവാ, ഒരു പ്ലേറ്റിലാക്കുക. ശേഷം ഇങ്ങനെ ചിരകിയ ചീസും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പുള്ള ചീസാണ് എടുത്തേക്കുന്നത്, കുറച്ചുകൂടെ ടേസ്റ്റ് ആകും. അപ്പോൾ ഇനിയിപ്പോൾ എന്തുവാ, കഴിക്കുക, എന്നിട്ട് പോയി കിടന്നുറങ്ങുക.